ഇടിയും ബഹളൊക്കെ ആണല്ലോ. ഓ എല്ലാം ഭയങ്കര കുത്തലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. കൊള്ളാം. ഇത് വന്നപ്പോ ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല. ആളിച്ചിരി വിഷയാണ് അല്ലേ? ഓക്കെ ഭയ്യ, ഓക്കെ ഓക്കെ. സ്കിന്നിൽ പിടിച്ചോട്ടെ മോനെ, സ്കിന്നിൽ പിടിച്ചോട്ടെപ്പാ, സ്കിന്നിൽ പിടിച്ചു നോക്കട്ടെ. വാവ്, ഇത് ആരടാ കടിക്കലവിടെ നിന്ന്? എന്നെ കടിയാണല്ലോ ഇവൻ. ഇവിടെയൊക്കെ കടിച്ചു വെച്ചെന്റെ. നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം ശിവക്ഷേത്രത്തിന്റെ അടുത്താട്ടോ. അത് ഞങ്ങൾ പഠിച്ച മഹാരാജ് കോളേജിന്റെ ഫ്രണ്ടിലാണ്. ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് ഒരു ഗോശാല ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളത്തുള്ള വൃന്ദാവൻ ഗോശാലയാട്ടോ. അപ്പൊ അതിന്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ. അപ്പൊ സിറ്റിക്കുള്ള ഗോശാല വഴി ഇതാട്ടോ. ഇതേ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഗോശാല കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോട്ടോ. അപ്പൊ നമ്മൾ ഈ ഗോശാലയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഗേറ്റും കാര്യങ്ങളും. വൃന്ദാവൻ ഡയറീസ് എന്നാണ് അതിന്റെ പേരൊക്കെ. ഇതാ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പശുക്കളുണ്ടോ എന്ന് തോന്നില്ല. ഇതാണ്ട, നോക്കിയാലോ നമുക്ക്. വാ, ഇതാണ് ഗോശാല എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പേര് സാമുവൽ എന്നാണ്. ഇദ്ദേഹത്തിന്റെ സ്വദേശം വരുന്നത് ബീഹാറിലാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സാമുവലാണ് ചെയ്യുന്നത്. കിത്തന ഗായ് ഇധർ? बड़ा गाय दूध देने वाला 10 है और छोटी जो बच्चा ने दी है अभी तक वो 4 है और एक छोटा बच्चा है. ഓക്കെ, ഇവിടെ 15 പശുക്കളുള്ളത്. ഇന്ത്യൻ ഇനത്തിൽപ്പെട്ട സഹ്യവാനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് ഇവിടെ ക്ലീനിങ് കാര്യങ്ങളുമാണ്. പിന്നെ കുട്ടികൾ ആ സൈഡിലാണ്. ഒരു കുട്ടിനെ കാണാനുള്ളൂ. അപ്പൊ ഇവിടെ എത്രത്തോളം പാൽ ഉൽപാദനം ഉണ്ട്? एक गाय का दूध एक टाइम में मॉर्निंग 6 लीटर 5 लीटर ऐसे होता है और मॉर्निंग और इवनिंग दोनों मिला के 10 और 12 लीटर होता है. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ കാലത്തും വൈകിട്ടും കൂടെ 10 ലിറ്റർ പാൽ ഉൽപാദനം ഉണ്ട് ഒരു പശുവിനാട്ടോ. ഏതൊക്കെ പശു ഇപ്പൊ കറക്കുന്നുണ്ട്? 7 गाय को. 7 गायको. हाँ, ये है एक और ये गाय. ओके. और वो वाली. ओके. और वो और उधर का सब वो भी. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ കാണുന്ന സൈലേജും പിന്നെ വേറെ സാധനമുണ്ട് കടല പിണ്ണാക്ക്. പിന്നെ അടുത്തത് TMR ആണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ഉണ്ട് ഗോതമ്പിൻ്റെ തവിട്. ഇതിപ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് മെയ്സ് പൊടി, മെയ്സിൻ്റെ തവിട്. പിന്നെ അടുത്തത് വരുന്നത് നെല്ല് തവിട്. ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. സൈലേജ് സെപ്പറേറ്റ്. അപ്പൊ ഈ പശുക്കളൊക്കെ കണ്ടാലോ? അതെ. അപ്പൊ ഇതാണ് പശുക്കള്, സഹിവാള ഇനത്തിലുള്ളതാണ്. ഇവിടെ ഇപ്പം മിക്സ് ആയിട്ട് നിർത്തിയേക്കുന്ന പശുക്കളും പിന്നെ പ്രഗ്നന്റ് അതെ മിക്സ് ആയ പശുക്കളാണ്. പിന്നെ എന്താ പറയാ, അപ്പുറ സൈഡിൽ മാത്രമാണ് കുട്ടികളുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 10 പശുക്കളെ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹൈറ്റും ഉണ്ട്. ഈ പശുക്കൾക്ക് വളരെ സ്വാതന്ത്ര്യമായി നിൽക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയാ മൂക്കയറിട്ട് നമ്മുടെ പശുക്കളെ നിർത്തും. പക്ഷെ ഇവിടെ മോക്കയർ മാത്രമേ ഉള്ളൂ. അത് ഒരു പശുവിന് നല്ല വലിയ പശുവായിട്ട് ഒരു മോക്കർ അല്ലേ? അതെ, ഇത്രയും വലിയ അവരുടെ ഹമ്പ് നല്ല വലിയ ഹമ്പാണ്. അതെ, അതായത് ഈ പശുക്കളുടെ പാൽ നല്ല പാലാണ്. ഇതിന്റെ പാലെന്ന് വെച്ചാല് മഞ്ഞ കളറായിരിക്കും. ഹമ്പുള്ള പശുക്കളുടെ പാലും നമ്മൾ കുടിക്കണം എന്നാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ ആ കാണുന്ന വാലിന്റെ ആ ഒരു വണ്ണം, ഈ കാണുന്ന വാലിന്റെ വണ്ണം, പിന്നെ വാലിറക്കം, ഇത്രയും ലെങ്ത്, പിന്നെ അതിന്റെ ആ വാലുമുള്ള മുടി, പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഷേപ്പ്, പിന്നെ ആ പുറത്ത് കാണുന്ന ഹമ്പ്. ശരിക്കും ഒരു ഇത് പഞ്ചാബിൽ നിന്നുള്ള ഇതാണ് സഖികള്. പക്ഷെ ഇത്രയും വലിയ പശുക്കളെ എങ്ങനെ ഈ മൂക്കയറിൽ, ഇത് മൂക്കയറില്ലാണ്ട് ഇത്രയും ഈ മുഖക്കയർ വെച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ? ഏതാണ്ട് നീ ഒന്ന് തൊട്ടടുത്തേക്ക് ഉണ്ടാ പരിചയമില്ലാത്തോണ്ട്. ഓ റിലാക്സ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പേടിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 അടി ഹൈറ്റ് ഉണ്ടാവും അല്ലെ? 5 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഭീമാകാരനായ രൂപമാണിട്ട് പോലും ഇതാ ആ കണ്ണ ചെറിയൊരു കയർമയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ഉടക്കി നിർത്തിയേക്കാം. ഈ കണ്ണ സ്കിൻ നോക്കി ഇവിടെ ഭയങ്കര ഇതിപ്പോ ഒരു വൈബ്രേറ്റ് ചെയ്യണം. പിന്നെ ആ താടയൊക്കെ നോക്കി. നാടൻ പശുക്കളുടെ ചാണകത്തിന് വലിയ മണമില്ല, സ്മെല്ലില്ല. പിന്നെ ആ മാത്രല്ല ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിതറി പോണ ചാണകമൊന്നുമല്ല. ഇങ്ങനെ ഉണ്ടയായിട്ടാ വീഴുന്നത്.
ആട്ടുംകാട്ടും പോലെ ചെറിയ ചെറിയ ഭയങ്കര നീറ്റാട്ടോ, ഭയങ്കര നീറ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു അത്ഭുതമാണ്, ഈ സിറ്റിക്കുള്ളിൽ എങ്ങനെ പശു വളർത്തുന്നു ഇത്രത്തോളം വൃത്തിയായിട്ട്. കാരണം സിറ്റിയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ, സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനടുത്ത് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന പശുവിന് മിൽക്കിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? ഈ പശുവിനെ കറവയുള്ളതാണ്. ദിവസം കാലത്തും ഉച്ചയ്ക്കും കൂടി 12 ലിറ്റർ പാൽ കിട്ടും. 12 ലിറ്റർ. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ്. ഇത് ആന കണക്കുള്ള പശു പറയുന്നത് ഭയങ്കര സൈസാണ്, നല്ല സൈസാട്ടോ. ഇത് പ്രഗ്നന്റ് ആണ്. ഇത് പ്രഗ്നന്റ് ആണ്. അടിപൊളിയാണല്ലേ? അതെ, അത് പ്രത്യേക രീതിയിൽ നമ്മുടെ ജാറ് വെള്ളം നിറയ്ക്കണ ജാറ് കട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള വലുത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അവിടെ. ഇനി ഇവരുടെ പാല് വിൽപ്പനയൊക്കെ വീടുകളിലാന്ന് തോന്നുന്നു. അതെ അതെ, പിന്നെ വീടുകളിലാന്ന് തോന്നുന്നു. പിന്നെ പാല് മാത്രമല്ല ഗീ ഉണ്ടാക്കുന്നുണ്ട്. അല്ല അതെ, പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ബയോഗ്യാസ് ഉണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതാ ഇതിന്നാണ് ഇവര് ഈ വലിയ പ്ലാന്റ് ആണല്ലേ? വലിയ പ്ലാന്റ് ആണിത്. ഈ ചേട്ടന്മാർക്കൊക്കെ വേണ്ടിയുള്ള പാചകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നാണ് എടുക്കുന്നത്. എന്നാലും അവിടുത്തെ ക്ലീനിങ് ഒന്ന് കണ്ടാലോ നമുക്കൊന്ന്? ഇവിടെ ഉച്ചക്കുള്ള പരിപാടിയാണ്, ക്ലീനിങ്ങും കാര്യങ്ങളും. അതെ, രാവിലെ 2 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അല്ലെ, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കറവയും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. പിന്നെ വീടുകളിൽ പാല് കൊടുക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്നാൽ ഇത്രത്തോളം അത്ഭുതപ്പെടാനുള്ള കാര്യം ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? ഇത്രയും ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇത്രയും ബിൽഡിങ്ങുകളുടെ ഇടയ്ക്കാണ് ഇവിടെ ഞാനിവിടെ നിൽക്കണതാ. ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഒരു ഒത്ത നടുക്ക് ഇത്രയും ആ ഫ്ലാറ്റുകളെല്ലാം ഉണ്ട്. ആ ഒത്ത നടുക്കാണ് ഈ ഒരു പശുപാല് ഗോശാല ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സിറ്റിക്കുള്ളിൽ പെറ്റുപെരുക. അതെ. അപ്പൊ ഇനി കാണാൻ പോകുന്നത് കുട്ടികളെയാണല്ലേ? അതെ അതെ. അതാ ഈ കുട്ടിക്ക് 1 മാസമായിട്ടുണ്ട്. നല്ല ചുഞ്ചിരി, നല്ല പ്യുവർ ബീഡാട്ടോ, നല്ല ഇണക്കുണ്ട്. പിന്നെ വേറെ ഇതേ ഇവർക്കൊക്കെ 2.5 വയസ്സുള്ളവർക്കൊക്കെ 2.5 വയസ്സുള്ള കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം. നമ്മള് നാടൻ പശു ആണെങ്കിൽ 2.5 വയസ്സാകുമ്പോ ഇത്രയൊക്കെ ഉണ്ടാവും അല്ലേ? ഇത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ അറിയില്ല കേട്ടോ, ഇത് നിങ്ങൾ വലുതാവൂലേ ഇത്രക്ക്? പിന്നെ ഭയങ്കര ഹെവി പശു. സ്കിന്നിൽ പിടിച്ചോട്ടെ മോനെ, സ്കിന്നിൽ പിടിച്ചോട്ടെപ്പാ, സ്കിന്നിൽ പിടിച്ചു നോക്കട്ടെ. വാവ്, ആളൊന്നും ചെയ്തില്ല കേട്ടാ. എനിക്ക് ആദ്യം നിങ്ങളെ കണ്ടപ്പോ കുറച്ച് പേടിയായി, തൊടാൻ സമ്മതിക്കോ എന്നൊക്കെ ഉള്ളു. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സൂപ്പർ സ്കിന്നാണുള്ളത്. ഇതുവരെ ആ ഒരു ഓയിലി ആയിട്ടുള്ള നല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊർന്നു പോകും, നമ്മുടെ കൈ ഊർന്നു അമ്മാതിരി. വാവ്. ഇനി വാലിനൊരു അടി കിട്ടിയുള്ള നല്ല രസം ഉണ്ടാവും കേട്ടോ. ഈ സിംഹത്തിന്റെ വാല് പോലെ നല്ലൊരു മറ്റേ വാലുണ്ട്, അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മടക്കൊക്കെ വന്നു. ഇത് ആരടാ കടിക്കലെവിടെയെന്ന്? എന്നെ കടിയാണല്ലോ, ആള് ജീൻസ് കടിക്കാണ്. എടാ എടി 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 ഇവിടെയൊക്കെ കടിച്ചു വെച്ചെന്റെ. ഓക്കെ, അപ്പം ഇവിടെ ഉള്ളത് 3 അല്ലേ? ആ കാണുന്ന കോർണറിൽ ഒരെണ്ണമുണ്ട്, ഒരു 2.5 വയസ്സുകാരി, അവരവിടെ നിൽക്കുന്നത്. ഇനിയുള്ളത് പിന്നെ ഇവിടുത്തെ ചാണകം ഒന്ന് കാണിക്കാം. പക്ഷെ ചാണകം ഇപ്പൊ ഞാൻ കാണിച്ചില്ല. ഇവിടുത്തെ ചാണകത്തിന്റെ പ്രത്യേകത നല്ല കുരുകുരുന്നുള്ള ചാണകമാണ്. അപ്പൊ ചാണകം കണ്ടോട്ടെ. ഇതിപ്പോ ഇച്ചിരി മുമ്പ് ഇട്ടത് ഇതാണ്. പശുവിന്റെ ചാണകം ചെറിയ ചെറിയ ബോള് പോലെ അല്ലേ? ഡ്രൈ ആയിട്ട്, അതുകൊണ്ട് തന്നെ മണമില്ല നമുക്ക് ഇവിടെ അല്ലേ? അതെ അതെ, ഒട്ടും മണമില്ല. എല്ലാവരും പ്രശ്നം വെച്ചാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ പശു വളർത്തുമ്പോഴും ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു പശുവിനെ ഇറക്കാൻ പോവാണ്. നമുക്ക് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആദ്യം അവിടെ അയക്കാന്ന് വെച്ചപ്പോ അവിടെ പറ്റണില്ല. പക്ഷെ ഇതിനെ മാത്രം ഞങ്ങൾ ബാബ ആള് ഭയങ്കര ഇടിയും ബഹളൊക്കെ ആണല്ലോ. എല്ലാം ഭയങ്കര കുത്തലാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. കൊള്ളാം. ഇത് വന്നപ്പോ ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. ആളിച്ചിരി വിഷയാണ് അല്ലേ? ഓക്കെ ഭയ്യ, ഓക്കെ ഓക്കെ ഓക്കെ. അത് പേടിച്ച് അതിന്റെ സ്ഥലത്ത് പോയി നിന്നു. നമ്മള് പേടിച്ചു, പക്ഷെ അതുങ്ങളാണ് പേടിച്ചത്. കാരണം അതുങ്ങൾ എവിടെ കൊണ്ടുപോകുക എന്നുള്ള പേടി കൊണ്ടാണ് അതിങ്ങനെ ഓടി. ഇവരുടെ ആരോഗ്യം ഭയങ്കര ആരോഗ്യം. ഇത്തരത്തിലുള്ള പശുക്കളെ സ്നേഹത്തോട് മാത്രമേ കണ്ടുള്ളൂ. അടിക്കങ്ങനെ ചെയ്താൽ ചിലപ്പോ നമുക്ക് തട്ട് കിട്ടും. പിന്നെ ഉറപ്പല്ലേ, എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതോടെ അവര് നോട്ടം വെക്കും. ഇതിപ്പോ പേടിച്ചു പോയി, ആള് പേടിച്ചു. എന്നെങ്ങാനും കൊണ്ടുപോകാൻ പോകാന്ന് വെച്ചിട്ടാണ് ആളിങ്ങനെ
കാരണം എക്സ്ട്രാ ആൾക്കാർ പുറത്തുനിന്ന് വന്നില്ല, നമ്മൾ വന്നില്ലേ ഇവരൊക്കെ കൂടാതെ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച അവള് പുറത്തേക്ക് ഓടിപ്പോകും, പക്ഷെ അകത്തേക്കാണ് പോയത്, വീടിന്റെ ഉള്ളിലേക്കാണ് പോയത്. നമ്മൾ കണ്ടോണ്ടിരുന്നത് സിറ്റിക്കുള്ളിലെ പശുവളത്തിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇത് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.